കളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ധൃതി ഇല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് നമുക്കൊരു ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ടു സെലിബ്രേറ്റ് ഗായും കേക്കയുടെയും ഒരു വെഡ്ഡിങ് കഴിഞ്ഞതിൻ്റെ ഒരു സെലിബ്രേഷൻ ആണ്. സോ ഇറ്റ്സ് എ വെരി ഇൻറ്റിമേറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who has come together to celebrate Gayu and KK. So congratulations on getting married first of all. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഗെയിം നമുക്ക് എല്ലാവർക്കും നമ്മൾ പല വെഡ്ഡിങ്സിലും കണ്ടിട്ടുള്ള ഒരു ഗെയിമാണ് ഈ ഷൂ ഗെയിം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരോട് ചോദിക്കും. അപ്പോൾ ഇവര് ഗായുവാണ് ഉത്തരമെങ്കിൽ ഗായുവിന്റെ ഷൂ കാണിക്കും, കേക്കയാണ് ഉത്തരമെങ്കിൽ കേക്കയുടെ ഷൂ കാണിക്കും. സിമ്പിൾ ഗെയിം നമ്മൾ കണ്ടിട്ടുണ്ടാവും മുമ്പ്. സോ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ മറന്നുപോയി. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചിട്ട്? എന്താണ് അഭിപ്രായം? ഫസ്റ്റ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നത്. അപ്പൊ ഇവര് പരിചയപ്പെട്ടിട്ട് കുറെ കാലമായി, ഓൾറെഡി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതായതുകൊണ്ട് ഇനി ആക്ച്വലി എങ്ങനെയുണ്ട് മാരിഡ് ലൈഫ് എന്നുള്ളത് നമുക്ക് ഇനി പിന്നീട് അടുത്ത ആനിവേഴ്സറീസിലും ഒക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. Now let's get into the game. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ഫസ്റ്റ് കല്യാണത്തിനെ പറ്റി മെൻഷൻ ചെയ്തത്? നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്, നീ ഇങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കിയിരുന്നേ. ആരാണ് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ളത്? ആരാണ് മെസ്സിയ വൺ? രണ്ടും പൊക്കാൻ പറ്റൂലേ? Who is the romantic one? ഈ രണ്ടും പൊക്കാൻ പറ്റൂല, എല്ലാത്തിലും രണ്ടും പൊക്കാൻ പറ്റൂല. നിങ്ങൾ രണ്ടുപേരിലും ആരാണ് ബെറ്റർ ഡ്രൈവർ? മൂവി കാണുമ്പോ കൂടുതൽ കരയുന്നത് ആരാണ്? ഇമോഷണൽ ആകുന്നത് ആരാണ്? നിങ്ങൾ രണ്ടുപേരിലും ബെറ്റർ ഡാൻസർ ആരാണ്? നന്നായിട്ട് കൂടുതൽ പൈസ ചെലവാക്കുന്നത് ആരാണ്? എക്സ്പെൻസീവ്. ഈ ഉറങ്ങുന്നതിലൊക്കെ ഏറ്റവും ലേറ്റ് ആയിട്ട് ഇരിക്കുന്നതല്ല രാത്രി. ഒരു ആർഗ്യുമെന്റ് വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം സോറി പറയാ, അപ്പോളജൈസ് ചെയ്യുന്നത് ആരാണ്? Who is better at keeping surprises? Surprise ചെയ്യാനൊക്കെ ആരാണ് കൂടുതൽ better? Who is a better cook? കുക്ക് ചെയ്യുന്നത് ആരാണ് കൂടുതൽ നല്ലത്? ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ who is more likely to be on time? സമയത്തിന് എത്തുക അതാരാണ്? റെഡി ആവാനൊക്കെ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആള് ആരാണ്? ആദ്യം ഐ ലവ് യു പറഞ്ഞത്?
രണ്ടും പൊക്കാൻ പറ്റൂലേ? പൊക്ക് പൊക്ക്. ഉത്തരം കിട്ടിയില്ല. അത് പറ്റൂല. അപ്പൊ ഇപ്പൊ പറഞ്ഞോ, ആരാദ്യം പറയും? ഇല്ല ഇപ്പൊ പറയണം. മൈക്കോട് പറയും ആരെങ്കിലും ഒരാൾ പറയും. പറ നോക്കട്ടെ, നീ റൊമാൻറ്റിക് ആണോ നോക്കട്ടെ. പറ. ഇനി ഗായത്രി ഇല്ല ഗായത്രിയും പറയണം. അല്ലല്ല അപ്പു ഇനി ഇവിടെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഇടയ്ക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെ കൈമുക്കിയാൽ മതി കേട്ടോ. കേക്കോടാണ് ചോദ്യം. ഗായുന്റെ ബർത്ത്ഡേ എന്നാ? കേക്കയുടെ ബർത്ത്ഡേ എന്നാ? ഓഗസ്റ്റ്. ഗായു സ്കൂളിൽ പഠിച്ചത് ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഏത് കോളേജ്? ഗായിനറിയാവോ കേക്ക് ഏത് സ്കൂളും കോളേജും ഒന്ന് പറയാവോ? സ്കൂൾ അറിയില്ല, കോളേജ് ഇതൊക്കെ ചോദിച്ചു പഠിക്കണ്ടേ? ഗായിയുടെ ഫേവറേറ്റ് ഫിലിം ഏതാ? കേക്കയുടെ ഫേവറേറ്റ് ഫിലിം ആണ് കേക്കയുടെ ഗായിന്റെ ഫസ്റ്റ് ജോബ്? ഇന്റേൺഷിപ്പ് വന്നിട്ട് കൊച്ചിയിലേ ഹൈക്കോർട്ടില് ഇന്റേൺഷിപ്പ് പോയത്. കേക്കയുടെ ഫസ്റ്റ് ജോബ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ്? ഇന്റേൺഷിപ്പിന് മുന്നേ പ്രേമിച്ചു പോയതുകൊണ്ട് സമയം കിട്ടിയില്ല. കേക്ക് ഇഷ്ടമുള്ള ഒരു സിനിമാ നടി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ക്രഷ്? ഇനി ഗായിന്റെ സെലിബ്രിറ്റി ക്രഷ് ആരാ? അപ്പൂന്ന്. അവർക്ക് അങ്ങനെയില്ലേ? ഞാൻ ഐ എം ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുക്കാം. ഫണ്ണിയായിട്ട് എടുത്താൽ മതി. ഗായത്രിയോടെയാണ് ക്വസ്റ്റ്യൻ. കേക്കയുടെ എന്ത് ഒരു സ്പെഷ്യാലിറ്റി കണ്ടിട്ടാണ് ആ ഒരു ഇഷ്ടപ്പെടാൻ കാരണം? നല്ലൊരു ചോദ്യമുണ്ടല്ലോ. എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയാം. ആരുടെയും മുഖം നോക്കൂല. മീൻസ് അവർക്ക് ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടും ഉള്ളതുള്ളതുപോലെ പറയും. അത്രേ ഉള്ളൂ. എക്സ്പാൻഡ് ചെയ്യണോ? നമുക്ക് ഇപ്പോഴേ അവസരം കിട്ടുള്ളൂ. കേക്കയുടെ ഗ്ലാമർ ബോഡി
ലുക്ക് കിച്ചു ഏത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഗായത്രി മൈക്ക് കൊടുക്കും മൈക്ക് കൊടുക്കും. അമ്മമ്മക്ക് കേട്ടോടെ ഉറക്കെ പറയാം. കേട്ടോടല്ലേ ഇപ്പൊ കേക്കാമല്ലോ അല്ലേ? അയ്യോ വേണ്ട, എന്ത് വെറുതെ. പണ്ട് വിചാരിച്ചത് കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇപ്പൊ കേക്കൊക്കെ കച്ചിട്ട് ആ ക്വാളിറ്റി കണ്ടോടെ കേക്കെല്ലാം കഴിച്ച് ജീവിക്കാലോ ക്വാളിറ്റി അല്ല ക്വാളിറ്റി അല്ല ക്വാളിറ്റി നല്ല അടക്കം ഉറക്കം കൊടുക്കുന്ന കുട്ടിയാണ് ഗായത്രി. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചത് കാളപ്പന്നീർ സെയിം വേവ്ലെന്തായിരുന്നു സെയിം വൈഫായിരുന്നു. അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞാൽ നീ വീട്ടിൽ വെച്ച് ഇങ്ങനെ അല്ലല്ലോ യൂട്യൂബിൽ സംസാരിക്കണ കൂട്ടുകാര്. അപ്പൊ ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ആവശ്യം പോലെ. ചിറ്റപ്പൻ ഇനി ഇവരെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പം ഗായിയുടെ ഫാമിലിയെ കുറിച്ച് ചിലപ്പോൾ കേക്കയുടെ ഫാമിലിക്ക് അറിയണ്ടാവില്ല, കേക്കയുടെ ഫാമിലിയെ കുറിച്ച് ഗായിയുടെ ഫാമിലിക്ക് അറിയണ്ടാവില്ല. അപ്പം